ഈ മണ്ഡല പര്യടനത്തിന്റെ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ എത്തിയതായിരുന്നു. അപ്പോൾ ഒരു പരിചിതമായ ഒരു മുഖം ഞാനിവിടെ കണ്ടു. അപ്പോൾ ഇത് എവിടെയാണ് കണ്ടതെന്ന് എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴതാ ഇവിടെ ഇങ്ങനെ ഒരു ചിത്രം. പണ്ടെന്ന് പറഞ്ഞ ഒരു 7-8 കൊല്ലം മുമ്പ് ഉടൻ പണത്തിൽ വന്ന സ്റ്റാറായ ഫസൽ കൽക്കത്ത, മഴവിൽ മനോരമയിലെ ഉടൻ പണത്തിൽ വന്ന സ്റ്റാറായ ഫസൽക്കയാണ്. ഇവിടെ കച്ചവടാണല്ലേ? അപ്പൊ കണ്ടപ്പോ എനിക്ക് നല്ല മുഖപരിചയം ഉണ്ട്, പക്ഷെ ആളെ എവിടെയാ കണ്ടെന്നിട്ട് ഓർമ്മയും കിട്ടുന്നില്ല. അതിപ്പോ എത്ര വർഷമായി? ആദ്യം എവിടെ വെച്ചായിരുന്നു അത്? ഇതേ ബസ് സ്റ്റാൻഡ് പരിസരത്തിന് അങ്ങേ ഭാഗം. അന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ വൈറലായെന്നുള്ളത്? വൈറൽ നാച്ചുറലായിട്ട് ആയിപ്പോന്നുള്ളത്. നമ്മൾ വൈറലാകാനൊന്നും പോയല്ല. അവിടെ ഒരു പരിപാടി കണ്ട് അതിൽ പങ്കെടുത്തു. അതിൽ പ്രത്യേകിച്ചിട്ട് സ്റ്റഡി ക്ലാസ് ഒന്നും നടത്തിയിട്ടൊന്നും അറ്റൻഡ് ആയതൊന്നുമല്ല. എന്റെ നാച്ചുറലായിട്ട് അവരുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. അത് ജനങ്ങൾക്ക് ഒരു വൈറലായിട്ട് തോന്നിപ്പോയി. വൈറലായിട്ട് അഭിമാനമാകും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉരുളക്കുപ്പേരി പോലെ ആയിരുന്നു അന്നത്തെ മറുപടികൾ ഓരോന്നും, അല്ലേ? അത് നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ പറയുന്നത് ശരിയല്ല. ആ ഷോക്ക് ശേഷം എന്താണ് ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം? എല്ലാവരും വന്ന് തിരിച്ചറിയുന്നുണ്ടോ കടയിലൊക്കെ വരുമ്പോ? കടയിൽ മാത്രം തിരിച്ചൊന്നുമല്ല, ബസ്സിൽ പോയാലും ട്രെയിനിൽ പോയാലും കപ്പലിൽ പോയാലും ഒക്കെ ഇരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും. ചൊറിയാനും കൂടി പറ്റുന്നില്ല. ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. ഉടൻ പണത്തിന്റെ ആള് ചൊറിഞ്ഞുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ബജാറിലൊക്കെ വളരെ സൂക്ഷിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ 8 വർഷമായിട്ടും ഇപ്പോഴും ആൾക്കാരത് ഓർക്കുന്നുണ്ടല്ലേ? ചില പരിപാടികളൊക്കെ ജനമത്തെ അപൂർവമായിട്ട് എല്ലാവരും ഓർക്കുന്നത്. ആ ഒരു 8 വർഷമായിട്ടും ആ എപ്പിസോഡ് പ്രത്യേകം. എപ്പിസോഡ് മാത്രമല്ല, അതിന്റെ ആങ്കേഴ്സും കൂടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാനുണ്ട് കാണാൻ. ഈയിടെ മനോരമ ചാനൽ ആലപ്പുഴ സ്റ്റുഡിയോക്ക് വരാൻ പറ്റുമെന്ന് മഴവിൽ മനോരമ വിളിച്ചിട്ടുണ്ട്. വരാൻ തുകയിലെങ്കിലും വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫസൽ കൽക്കത്തയുടെ കൽക്കത്ത എന്താ സംഭവം? ഇവിടെ എന്റെ ഉപ്പാക്ക് മറ്റുള്ള അവിടെ കച്ചവടം ഉണ്ടായിരുന്നു കൽക്കത്ത. എന്ത് കച്ചവടം? കച്ചവടം ഹോട്ടൽ കച്ചവടം. ഇപ്പൊ ഈ കച്ചവടം തുടങ്ങിയിട്ട് എത്ര? ഏകദേശം 12 കൊല്ലായി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യയുണ്ട്, മക്കളുണ്ട്, മക്കളുണ്ട്. സംസാരത്തിലാണോ എല്ലാരും വീഴ്ത്തുന്നത്? സംസാരം പ്രത്യേകിച്ചിട്ട് അങ്ങനത്തെ ഒരു സംസാരമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വൈറലായിട്ട് തോന്നിപ്പോയാലും ഞാൻ എന്താക്കാൻ, ഞാൻ എന്റെ നാച്ചുറലായിട്ട് കുറച്ചൊക്കെ സംസാരിക്കും, അത്രേ ഉള്ളൂ. എത്ര വയസ്സായി? വയസ്സ് നിങ്ങൾ പറയണം, ആദ്യം പറയാൻ ഞാൻ പറയാം. 82 വയസ്സ്. ഇല്ല, അത് നിങ്ങൾ പറഞ്ഞത് ടോപ്പാ. എങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഗോയിങ് ടു 78. ഞാൻ ഒന്ന് കൂട്ടി പറഞ്ഞതാ. അങ്ങനെയാണോ? പിന്നെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടം? നല്ലൊരു കച്ചവടം, തിരക്കില്ല. സന്തോഷമായിരിക്കുന്നു. കച്ചവടം ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ തൃപ്തിപ്പെടാം, അതാ മെയിൻ. അതെല്ലാം കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും കാണാപ്പോ. നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? കോഴിക്കോട് ഞാൻ ഇന്നലെ വന്നാണ്. ഇനി ഓരോ മണ്ഡലങ്ങൾ അങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ പോവാണ്. അതെയാ? ഓക്കെ, കാണാം. ഓക്കെ, എന്നാല് താങ്ക് യു.